വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുണീക്ക് കിഡ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന കളർ ഉപയോഗിക്കാത്ത ബീറ്ററും ഓവനും അതേപോലെ ബേക്കിംഗ് സോഡയും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാണ്ട് വളരെ ഈസി ആയിട്ട് ഒട്ടും കളർ ചേർക്കാതെ നാച്ചുറലായിട്ട് നമുക്ക് എങ്ങനെ ഒരു 1/2 കിലോ അളവിലുള്ള റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാമെന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ബട്ടർ മിൽക്കാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല തണുത്തിട്ടുള്ള പാലാണ്, ചൂടാക്കേണ്ട ആവശ്യമില്ല. അതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആകുമ്പോഴേക്കും ഈ ഒരു ബട്ടർ മിൽക്ക് അവിടുന്ന് പെട്ടെന്ന് റെഡി ആയിക്കോളും. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് മൈദയാണ്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും അതേപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ഉപ്പും കൂടെയാണ് കേട്ടോ ചേർക്കുന്നത്. ഇതിലോട്ട് നമ്മൾ കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നില്ല. കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നാച്ചുറൽ കളർ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ശരിക്കും ആ ഒരു കളർ കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ കൊക്കോ പൗഡർ ഇതിലോട്ട് ആഡ് ചെയ്യാത്തത്. അപ്പോൾ അതെല്ലാം കൂടെ ഒരൊറ്റ പ്രാവശ്യം ഒന്ന് അരച്ചെടുത്താൽ മതി. അങ്ങനെ അരച്ചെടുത്തതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എടുക്കാം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് എടുത്തേക്കുന്നത് ബീറ്റ്റൂട്ടാണ്, നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതേപോലെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഏകദേശം 1/2 കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ച് വലിയൊരു ബീറ്റ്റൂട്ട് എടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഏകദേശം നമുക്ക് ഇതിൻ്റെ ഒരു വെള്ളം വേണ്ടത് ഒരു 1/4 കപ്പ് വെള്ളമാണ്. അപ്പോൾ അത്രയും വെള്ളം കിട്ടുന്നത് വരെ നമുക്ക് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബീറ്റ്റൂട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു ബീറ്റ്റൂട്ടിന് കുറച്ചൊരു കളറ് കുറവുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബീറ്റ്റൂട്ട് കേക്കിലോട്ട് ചേർക്കുമ്പോൾ കേക്കിൽ ബീറ്റ്റൂട്ടിൻ്റെ ടേസ്റ്റ് ഒന്നും വരില്ല കേട്ടോ. ശരിക്കും നമ്മൾ എങ്ങനെയാണ് ഒരു സാധാരണ കേക്ക് ചെയ്യാറുള്ളത് ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും ഈ ഒരു ബീറ്റ്റൂട്ടും ഉണ്ടാവുക. ഇത് അപ്പോൾ നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തുകൊണ്ട് വെള്ളമൊക്കെ വറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി പഞ്ചസാര പൊടിച്ചിട്ടുള്ള ജാറിലോട്ട് ഈ ഒരു ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കുകയും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇതിൽ നിന്നൊരു 1/4 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1/4 കപ്പിൽ അധികം ആവേണ്ട. അങ്ങനെ അധികമായി കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ ശരിക്കായിട്ട് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ വലിയ ബീറ്റ്റൂട്ട് ആണെങ്കിലും ചെറിയ ബീറ്റ്റൂട്ട് ആണെങ്കിലും ഒക്കെ 1/4 കപ്പ് വെള്ളം എടുത്താൽ മതി, നന്നായിട്ട് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്ര വെള്ളം കുറയ്ക്കുന്നോ അത്രയും കളർ ഉണ്ടാവും. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിനായിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ടുള്ള മുട്ടയാണ് കേട്ടോ. അതിലോട്ട് 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും 1/2 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ബീറ്ററാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 8-9 മിനിറ്റ് നന്നായിട്ട് ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി കിട്ടും. അപ്പോൾ ഹാൻഡ് വിസ്കാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 20-25 മിനിറ്റ് എടുക്കും കേട്ടോ ഇത് നന്നായിട്ട് ബീറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ആദ്യം അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന സമയത്ത് 2-3 ബാച്ചസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഒരുമിച്ച് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നമ്മളിതിൽ ഓയിലൊന്നും ഉപയോഗിക്കുന്നില്ല, അല്ലാണ്ട് തന്നെ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റാണ്. ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബീറ്റ്റൂട്ടിൻ്റെ ആ ഒരു ജ്യൂസും അതേപോലെ തന്നെ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്കും കൂടെ ചേർത്തിട്ട് പതുക്കെ ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഓരോ ബാച്ചസായിട്ട് അങ്ങനെ പതുക്കെ ഇട്ട് കൊടുക്കുക. ഒരുമിച്ച് എല്ലാം കൂടെ ഒഴിച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ അവസാനത്തെ ബാച്ചും ഫുള്ള് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളുടെ മൈദയും അതേപോലെ ബട്ടർ മിൽക്കും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ആ ഒരു ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസും അതെല്ലാം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് ഞാനിപ്പോൾ മുഴുവനായിട്ട് നമ്മുടെ ഒരു ബേക്കിങ്ങിൻ്റെ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 6 ഇഞ്ചിൻ്റെ ഒരു ബേക്കിംഗ് പാത്രം നന്നായിട്ട് ഗ്രീസ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള കടായിലോട്ടാണ് ഇറക്കി വെച്ചിട്ടുള്ളത്. ഇനി ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല കളറും ഉണ്ട്.
ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും കളർ മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. നല്ല കളറുണ്ട്. നമ്മൾ സാധാരണ റെഡ് കളർ ഉപയോഗിക്കുന്ന അതേപോലെ തന്നെയാണ് കേട്ടോ ഇതും ഇരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റാണ്, മേലെ ഭാഗമൊന്നും ഒട്ടും ഒട്ടുന്നില്ല. അതേപോലെ തന്നെ സൈഡ് ഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന നല്ലൊരു സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഒട്ടും ആ ഒരു ബീറ്റ്റൂട്ടിൻ്റെ ചുവ ഈ ഒരു കേക്കിലോട്ട് വന്നിട്ടേ ഇല്ല. അപ്പം നിങ്ങൾ കേക്കിലോട്ട് ഈ ഒരു ജ്യൂസ് ചേർക്കുന്ന സമയത്ത് 3/4 കപ്പ് അളവിൽ അധികമായി പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ബീറ്റ്റൂട്ട് യൂസ് ചെയ്തിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കേക്ക് നന്നായിട്ട് ചൂടാറിയ സമയത്ത് ഞാനത് ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. 3 ലെയറാക്കാൻ ഈസി ആയിട്ട് പറ്റുന്നൊരു കേക്കാണ് കേട്ടോ ഇത്. നല്ല സിമ്പിളായിട്ട് ഓരോ ലെയറും അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ പൊങ്ങി വന്നിട്ടുള്ള മേലെ ഭാഗം കുറച്ച് ചെറിയൊരു ഭാഗം ഇതേപോലെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അത് ഞാൻ നമുക്കതിൻ്റെ മേലെ ഭാഗം വിതറി എടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനതൊരു ഫ്രെയിം പാനിലോട്ട് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചതിന് ശേഷം ഫ്രെയിം പാനിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് അതൊരു 5-6 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. അങ്ങനെ ഒരു ബ്രൗൺ കളർ ആവാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ആക്കണം. ഒരു 5 മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമ്പോഴേക്കും കുഞ്ഞു കുഞ്ഞ് ബ്രൗൺ കളർ വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ തന്നെ അതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അത്യാവശ്യം നമുക്ക് അതിൻ്റെ മേലെ ഭാഗത്ത് ഇടാൻ മാത്രമുള്ള പൊടിയൊക്കെ അതിൽ നിന്ന് കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫൈനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അരിപ്പ് വെച്ചിട്ട് ഇടുമ്പോൾ അതിലും കുഞ്ഞു കുഞ്ഞു തരികളായിട്ടായിരിക്കും കേക്കിലോട്ട് വീഴുക. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ടേൺ ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ഇച്ചിരി ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിത് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ലെയർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗർ സിറപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് 1/2 കപ്പ് പഞ്ചസാരയിലോട്ട് 1 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് നന്നായിട്ട് തിളച്ചിട്ട് അതൊരു ഇച്ചിരി കുറുകി വരുന്ന സമയത്ത് ഒരു പീസ് ഏലക്കായ എങ്ങാനും ഇട്ടിട്ട് അത് നന്നായിട്ട് ചൂടാറിയിട്ട് വേണം കേട്ടോ കേക്കിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിൽ ഫിയോണയുടെ ക്രീം വെച്ചിട്ട് ഒന്ന് ഐസിങ് ചെയ്തെടുക്കുകയാണ്. ഐസിങ് ചെയ്യുന്ന നോസലിൻ്റെ നമ്പർ 100ൻ്റെ 34 നമ്പർ ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 1/2 കിലോ കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് 1 കപ്പ് ക്രീമാണ്. 1 കപ്പ് ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് എല്ലാ ഭാഗത്തും നല്ല ക്ലീനായിട്ട് ഈ ഒരു കേക്ക് ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ മേലെ ഭാഗത്തും സെക്കൻഡ് ലെയറും ഞാൻ ഇതേപോലെ വെച്ചിട്ട് നന്നായി ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലോട്ട് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം അവിടെ കുറച്ച് ബാക്കിയുള്ള ഗ്രേറ്റ് ചെയ്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമുക്ക് തേർഡ് ലെയറും ഇതേപോലെ തന്നെ വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സൈഡിലും മേലെ ഭാഗത്തും ഒക്കെ ഒന്നായിട്ട് ഒരുമിച്ച് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഇതേപോലെ ഐസിങ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്ത് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ബിഗിനേഴ്സിനും ഇതേപോലെയുള്ള കേക്ക് ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു നമ്മുടെ സ്പാച്ചുല വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ക്ലിയർ ആക്കി എടുക്കുവാണ്. അതിനുശേഷം ഒരു സ്ക്രാപ്പർ എടുത്തിട്ട് എല്ലാ ഭാഗത്തും ഇതേപോലെ ലൈൻസ് കൊടുക്കുക. അപ്പോൾ ഹോം മെയ്ഡായിട്ട് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ എങ്ങനെ അതേപോലെ സ്ക്രാപ്പർ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ആവശ്യമുള്ളവർക്ക് പോയി കാണാം കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് വിപ്പിംഗ് ക്രീമിൽ എങ്ങനെ ഷാർപ്പ് എഡ്ജ് കിട്ടാമെന്നും അതേപോലെ നമ്മൾ ഐസിങ് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന നമ്മളറിയാത്ത കുറച്ച് മിസ്റ്റേക്കുകളൊക്കെയാണ് വേറെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു ലൈൻസൊക്കെ കൊടുത്തതിന് ശേഷം സൈഡിലൂടെയുള്ള ഇതേപോലെ ക്രീം നമ്മുടെ ഈ ഒരു സ്പാച്ചുല വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ ടേൺ ടേബിൾ പതുക്കി ഒന്ന് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു സൈഡിലൊക്കെയുള്ള ഈ ക്രീം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു റെഡ് വെൽവെറ്റിൻ്റെ കുഞ്ഞു കുഞ്ഞു തരികൾ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് പേര് എഴുതണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇതേപോലെയുള്ള ഒരു അടപ്പ് സെൻറ്ററിലൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ എൻ്റെതൊരു ഇച്ചിരി മാറിപ്പോയിട്ടുണ്ട്, അത്ര സെൻറ്ററിലല്ല കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു അരിപ്പ് വെച്ചിട്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പൊടി ഇതിൻ്റെ മുകളിലോട്ട് ഒരു അരിപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് തട്ടിയിട്ട് കൊടുത്താൽ നല്ല ഫൈനായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പൊടികൾ ഈ ഒരു കേക്കിൻ്റെ മുകളിലുണ്ടാവും. അപ്പോൾ നമ്മൾ കടകളിലൊക്കെ വാങ്ങുന്ന സമയത്ത് അങ്ങനെയാണല്ലോ ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതേ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു റെഡ് വെൽവെറ്റിൻ്റെ മുകളിലും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും.
ഇപ്പോൾ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു അടപ്പ് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് സൈഡിലൂടെ ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോർഡർ ഡിസൈൻ കൊടുക്കാം. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസൈൻ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഡിസൈൻ കൊടുക്കുന്ന ഭാഗത്തെ ആ ഒരു റെഡ് വെൽവെറ്റിൻ്റെ കുഞ്ഞു കുഞ്ഞു പൊടികൾ ഒന്ന് മാറ്റിയിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വിപ്പിംഗ് ക്രീം അതേപോലെ തന്നെ താഴേക്ക് വീണു പോവും. അപ്പോൾ ഓരോ കൊടുക്കുന്ന സ്ഥലത്തും ഒരു കുഞ്ഞു ഹോൾസ് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ ഡെക്കറേഷൻസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഈ ഒരു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് 100-ൻ്റെ 11 നമ്പർ ടിപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ഹെൽത്തി കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ കമൻറ്റും ഷെയറും ഒന്നും ചെയ്യാൻ വേണ്ടി മറന്നു പോകരുത് കേട്ടോ.